വരാൻ പോകുന്ന റമദാൻ ഷരീഫ് പരിശുദ്ധ ഖുർആന്റെ വാർഷിക മാസമാണ്. ആ റമദാന്റെ വലിയ ബഹുമാനം വളരെയധികം മേലെയാണ്. ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനിച്ച പവിത്ര മാസമാണ്. റമദാൻ ഷഹ്റു ഉമ്മത്തി എന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞ നമുക്ക് അള്ളാഹു സമ്മാനിച്ച പരിശുദ്ധ മാസം. ആ മാസം അതിന്റെ ആദരവിന് നിരക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ഇടപെടലോ ചിന്തയോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ലഅല്ലക്കും തത്തഖൂൻ എന്ന ഖുർആൻ പറഞ്ഞ ആ പരിശുദ്ധമായ തഖ്വ നോമ്പിലൂടെ നേടിയെടുത്ത് തറാവീഹിന്റെ മാസമായ ഇഅ്തികാഫിന്റെ മാസമായ ദാനധർമ്മങ്ങളുടെ മാസമായ അതേ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന ഖുർആൻ സൂറത്തുൽ ഖദ്റിലൂടെ പറഞ്ഞ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട ബദരീങ്ങളുടെ ബദർ ദിനം ഉൾപ്പെട്ട അവ്വലുഹു റഹ്മ എന്ന് തങ്ങൾ പറഞ്ഞ റഹ്മത്തിന്റെ 10, അതേ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖു മിനന്നാർ എന്ന് പറഞ്ഞ മഗ്ഫിറത്തിന്റെ 10ഉം ഇത്ഖിന്റെ 10ഉം ഉൾപ്പെട്ട പരിശുദ്ധ റമദാൻ നമുക്ക് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ, ഖൈറാത്തുകളെ കൊണ്ട് അതിൽ സജീവമാകാൻ, പ്രത്യേകിച്ച് ഖുർആന്റെ വാർഷിക മാസമായതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ ഖത്മാത്തുകൾ തീർക്കാൻ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമ എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാമുന ശാഫി റഹ്മഹുല്ലാഹ് റമദാൻ അല്ലാത്ത സമയങ്ങളിലൊക്കെ ദിവസം ഒരു ഖത്മ ഖുർആൻ ഓതിയിരുന്നു. റമദാൻ മാസം എത്തിയാൽ ദിവസം 2 ഖത്മ ഖുർആൻ ഓതും. അങ്ങനെ ഖത്മാത്തുകൾ തീർത്ത മഹാന്മാരുടെ പാരമ്പര്യമാണ് താരീഖുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഖത്മെങ്കിലും ഖുർആൻ ഓതാൻ നാം സമയം കണ്ടെത്തണം, അതിനുവേണ്ടി ശ്രമിക്കണം.